മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു പൂവപ്പോ ചിക്കൻ ചില്ലി ഉണ്ടാക്കാം. കണ്ടോ? ഉണ്ടാക്കേണ്ട രീതി: ചിക്കൻ ആദ്യം മസാലയെല്ലാം കൂടെ ചേർത്ത് വറുത്തെടുക്കുക. പിന്നെ തക്കാളി, പച്ചമുളകല്ല, സാമ്പാർ മുളക്, ഇഞ്ചി എല്ലാം കൂടെ വഴറ്റി നമുക്ക് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇട്ട് പിന്നെ മസാലയും ചേർത്ത് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് പൂവപ്പം ഉണ്ടാക്കാം. പൂവപ്പം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. പൂവപ്പവും ചില്ലി ചിക്കനും നമുക്ക് ആ മാവ് ഇനി ഒഴിച്ചു കൊടുക്കാം. പൂവപ്പം റെഡിയായി. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കണ്ടോ? നല്ല സൂപ്പർ പൂവപ്പം ഉണ്ടാക്കി. കണ്ടോ? പൂവപ്പവും ചില്ലി ചിക്കനും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. പൂവപ്പം ഉണ്ടാക്കുന്ന മാവ്, പച്ചരി, തേങ്ങ, പിന്നെ ഇച്ചിരി പാവ് കാച്ചി ഒഴിക്കുക. അല്ലെങ്കിൽ പുഴുക്കലരി അരച്ചാലും മതി. ചോറോ പുഴുക്കലരി അരച്ചിട്ട് ഇതുപോലെ പാകത്തിനാക്കിയെടുക്കുക. എന്നിട്ട് ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. പൂവപ്പവും ചില്ലി ചിക്കനും. ഏതെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ? നല്ല നല്ല രുചി എന്ന് പറഞ്ഞാലും പോരാത്ത രുചി. പിന്നെ മണം തന്നെ മതി. നിങ്ങൾക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് ലൈക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോൾ ചില്ലി ചിക്കൻ്റെ മണം എത്തിയിട്ടുണ്ടാവും. അത്രയ്ക്കും രുചിയും മണമുള്ള ചില്ലി ചിക്കൻ. സാമ്പാർ മുളക്, തക്കാളി, ഉള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. പൂവപ്പവും ചില്ലി ചിക്കനും.